ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി 3 ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. സിദ്ദിഖ് എവിടെയെന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി കാത്തിരിക്കുന്ന അന്വേഷണ സംഘം. സുപ്രീം കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ പിടികൊടുക്കേണ്ട എന്നാണ് അഭിഭാഷകർ സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ താരസംഘടനയായ അമ്മയുടെയും WCCയുടെയും തർക്കത്തിന്റെ ഇരയാണ് താനെന്ന വാദവുമായി സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചു. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ പോലീസിന്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ട നടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഫോൺ ഒരു തവണ സ്വിച്ച് ഓൺ ആയിട്ടും ഇതെവിടെയെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. 5 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണമെന്നാണ് പോലീസ് ആവർത്തിക്കുന്നത്. വീടുകളിലും ഹോട്ടലുകളിലുമെല്ലാം അരിച്ചുപിറക്കി. വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. സംസ്ഥാനത്തിന്റെ പുറത്തുൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിക്കെതിരെ സർക്കാർ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിനെ പൂട്ടാനുള്ള ശ്രമം ഒരു വഴിക്ക് നടക്കുമ്പോൾ ഇതെല്ലാം ആത്മാർത്ഥതയോടെ തന്നെയാണോ എന്നാണ് പ്രധാന ചോദ്യം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി അടുത്ത തിങ്കളാഴ്ചയെങ്കിലും പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. അതിൽ അനുകൂല ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖ്. അതുവരെ ഒളിവിൽ തുടരാനാണ് തീരുമാനം. താരസംഘടനയായ അമ്മയുടെയും WCCയുടെയും തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് പ്രതി ജാമ്യ ഹർജിയിൽ പറയുന്നത്. സുപ്രീം കോടതി കേസ് പരിഗണിക്കും വരെ പോലീസ് കാത്തിരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 കൊച്ചി.